നേരത്തെ എതിർത്തിരുന്ന സ്വകാര്യ സർവകലാശാലകൾക്ക് സർക്കാർ അനുമതി കൊടുത്തിരിക്കുക 20 വർഷം പുറകിലാണ് CPM എന്ന വിമർശനമാണ് പലപ്പോഴും വരുന്നത്. അത് കാലോചിതമായ പ്രശ്നങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാൻ കഴിയാത്തവരുടെ അഭിപ്രായമാണ്. ഇപ്പോൾ ഒരു കാലത്ത് ഭൂമി പരന്നതാ, ഉരുണ്ടതല്ലേ അല്ലേ? ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികത്വം. അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ്. ഇന്നതാണോ പഠിപ്പിക്കുന്നത്? ഇത് അണ്ഡാകൃതിയിലാണ്. ശാസ്ത്രം വളർന്നു, ചിന്ത വളർന്നു, കണ്ടുപിടുത്തം കൂടി, അനുഭവങ്ങൾ വർദ്ധിച്ചു വന്നു. അതുകൊണ്ട് പണ്ട് പരന്നതാണ്, പരന്നെടുക്കെ തന്നെ നിൽക്കണോ? ഇന്ന് ഉരുണ്ട് കിടക്കുന്ന, ഇന്ന് അണ്ഡാകൃതിയിലാണ് ഭൂമി. അതിനനുസരിച്ചിട്ടുള്ള വിജ്ഞാനമാണ്. ഇനിയും ശാസ്ത്രം വളരും, ഇനിയും അറിവ് വർദ്ധിക്കും, പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടാകും, പുതിയ അനുഭവങ്ങളുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് കാലം മാറ്റം വേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല ഇന്നത്തെ ഇന്ത്യ, ഇന്നത്തെ കേരളം. നിങ്ങളൊരു 25 വർഷം മുമ്പുള്ള കേരളമാണ് ഇന്നത്തെ കേരളം. നിങ്ങൾ ഈ കലക്ട്രേറ്റ് നോക്ക്, 25 വർഷം മുമ്പുള്ള കലക്ട്രേറ്റാണ്. നിങ്ങളിവിടെ മുഴുവൻ നോക്കി, എവിടെയെങ്കിലും ഇന്ന് ഓല കെട്ടിയ പുരയുണ്ടോ? പുല്ലുമേഞ്ഞ പുരയുണ്ടോ? ഒരു 25 വർഷത്തിന് ശേഷം കേരളത്തിൽ വന്ന മാറ്റമില്ലേ? ആ മാറ്റത്തിനനുസരിച്ച് സാമൂഹ്യ ജീവിതത്തിലും എല്ലാ രംഗത്തും മാറ്റം വരികയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരികയാണ്. ഇന്ന് കേരളം ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറി. ഇന്ന് കേരളത്തിൽ മുഴുവൻ കുട്ടികളും പഠിക്കുകയല്ലേ, സമ്പൂർണ്ണ സാക്ഷരതയല്ലേ. ഇത് പഠിക്കാത്തൊരു കുട്ടിയുണ്ടോ? ഇങ്ങനെ കേരളം വളരുമ്പോൾ ആ വളർച്ചയ്ക്കനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തിയെടുക്കാൻ ലോകത്തിലുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് സങ്കുചിത വലയത്തിനകത്ത് കിടക്കാൻ പറ്റില്ല. എല്ലാ വിജ്ഞാനങ്ങളെയും മനുഷ്യ സമൂഹത്തിൻ്റെ അറിവിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഉപകരിക്കുന്നതാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് അറിവുകൾ നമുക്ക് വികസിപ്പിക്കാൻ ഏതാണോ ഗുണകരം, ആ ഗുണകരമായ വശ സ്വീകരിക്കണം. പണ്ട് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇന്നതും അങ്ങനെ തന്നെ ജീവിക്കണം എന്നാണോ? അന്ന് എതിർത്തത് അന്നത്തെ കാലഘട്ടത്തിൽ ശരിയാണ്, ഇന്ന് ചെയ്യുന്നത് ശരിയായിട്ടുള്ള നിലപാടാണ്. അന്നത്തെ പ്രശ്നം അതാണ്. ശ്രീനിവാസനെ ആക്രമിച്ചതിനൊന്നും ആരും ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. തെറ്റായിട്ടുള്ള നിലപാടാണത്. അന്നും അതിനെ എതിർത്തിട്ടുണ്ട്, ആ നിലപാടിനെ അപലപിച്ചിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഉള്ള കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഓരോ കാലഘട്ടത്തിൻ്റെയും സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട്, പണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു നമ്മുടെ ഹൈസ്കൂൾ വരെ. ഞാൻ യഥാർത്ഥത്തിൽ ഹൈസ്കൂളിൽ പോയതിന് ശേഷം ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത്.